കോൺഗ്രസിന്റെ പ്രകടന പത്രിക അത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ കണ്ടതാണ്. ഏറെ രാജ്യത്ത് തന്നെ ഏറെ സംസാര വിഷയമായി മാറിയിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി വിഷയം. അത് ഒരു തരത്തിലും കേരളത്തിൽ നടപ്പാക്കില്ല എന്നും ഇടതുമുന്നണി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പ്രകടന പത്രികയെക്കുറിച്ച് AICC ജനറൽ സെക്രട്ടറി ഒപ്പം തന്നെ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലിനോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതിരുന്നു എന്ന് മാത്രമല്ല, ക്ഷോഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? തീർച്ചയായിട്ടും കീർത്തി പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമുക്കറിയാം, ഈ പൗരത്വ ഭേദഗതി നിയമം വന്നതിന് ശേഷം പ്രചരണത്തിനായിട്ട് ആദ്യം ആലപ്പുഴയിൽ എത്തിയപ്പോൾ KC വേണുഗോപാലിനോട് സ്വാഭാവികമായിട്ടും, അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ട ഒരു വ്യക്തി കൂടിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ എത്തിയപ്പോൾ പ്രധാനമായിട്ടും ഇക്കാര്യം പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്രം കൊണ്ടുവന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ വിഭജിച്ച് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ചില നിയമങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അന്ന് KC വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്തായാലും ഈ പൗരത്വ ഭേദഗതി നിയമമൊന്നും ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? അത് ഞങ്ങളതിനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് ഞങ്ങളത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കില്ല, അത് എടുത്ത് കളയും എന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് നേരെ കടകവിരുദ്ധമായിട്ടാണ് ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ മറ്റും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. കാര്യം പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിച്ചുകൊണ്ടാണ് അവരുടെ മാനിഫെസ്റ്റോ പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കേരളത്തിലെ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയും, പക്ഷേ വടക്കേ ഇന്ത്യയിൽ ചെല്ലുമ്പോഴത്തേക്ക് BJP പറയുന്നതുകൊണ്ട് അവിടെ മറ്റൊരു തരത്തിലായിരിക്കും അവരുടെ പ്രചരണ ആയുധം. ഇത്തരത്തിൽ ജനങ്ങളെ പരസ്പരം വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ അടക്കം സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് സമയത്ത് ഏത് സെക്കൻഡിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ജനങ്ങൾക്കിടയിലെത്തും. അതൊക്കെ തന്നെ മനസ്സിലാക്കാൻ ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.